മാണി സി കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക്. ജോസഫ് വിഭാഗം ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ആയിരിക്കും. ഭരണം കിട്ടുമ്പോൾ മോൻസിന് പിന്നിൽ രണ്ടാം മന്ത്രി അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനം ഓഫർ. ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്. യഥാർത്ഥത്തിൽ കോട്ടയം MP ആയി ഫ്രാൻസിസ് ജോർജ് വന്നതോടെ ജോസഫ് വിഭാഗത്തിൽ ശക്തി കുറഞ്ഞ മോൻസ് ജോസഫാണ് പാർട്ടിയിലെ സുപ്രധാന സ്ഥാനമായ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുകൂടാതെ ഭരണം കിട്ടിയാൽ രണ്ടാം മന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനവും വാഗ്ദാനം നൽകുന്നു. സ്വതന്ത്ര MLA ആയ കാപ്പന് മറ്റു പാർട്ടികളിൽ ചേരുന്നതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ ഈ നീക്കം തടസ്സപ്പെടുത്താനാണ് PJ ജോസഫിന്റെ മകൻ അപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. PJ ജോസഫിന്റെ പകരക്കാരനും പാർട്ടി ചെയർമാനുമാകാനുള്ള അപ്പുവിന്റെ ശ്രമം തകർക്കുക എന്നത് മാത്രമാണ് മോൻസ് ജോസഫിന്റെ ലക്ഷ്യം. തനിക്ക് ഭീഷണിയാകുന്ന ഒരാളും പാർട്ടിയിൽ വളർന്നു വരുന്നതിൽ മോൻസിന് താല്പര്യമില്ല. നിലവിൽ മോൻസിന് ഭീഷണിയായി നിൽക്കുന്നത് അപ്പു ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാലാണ് കോട്ടയം MP ആയി ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ചെടുത്തത്. എന്നാൽ ജയിച്ച നിമിഷം മുതൽ ഫ്രാൻസിസ് ജോർജിന്റെ നീക്കം തനിക്കെതിരെയാണെന്ന് മനസ്സിലായതുകൊണ്ടുകൂടി തന്നെയാണ് മാണി സി കാപ്പനെ പാർട്ടിയിൽ കൊണ്ടുവന്ന് താക്കോൽ സ്ഥാനം നൽകാൻ ശ്രമിക്കുന്നത്. നിലവിൽ മോൻസ് പറയും, ജോസഫ് കേൾക്കും. അതുമാത്രമാണ് PJ ജോസഫിന് മുന്നിലുള്ള മാർഗം. മകനെ ചെയർമാനാക്കാനുള്ള ഒരു സാധ്യതയും PJ ജോസഫിന് മുൻപിൽ ഇല്ല. നൂലിൽ കെട്ടി ഇറക്കാനുള്ള ഒരു കളിയും പാർട്ടിയിൽ നടക്കില്ല എന്നതാണ് മോൻസിന്റെ നിലപാട്. കാപ്പൻ കൂടി തനിക്കൊപ്പം വന്നാൽ അത് തനിക്ക് നേട്ടമാകുമെന്ന് മോൻസ് കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ NCPയിൽ ചേർന്നാൽ മന്ത്രിയാക്കാമെന്നുള്ള ഓഫർ കൂടി ഉള്ളതിനാൽ മോൻസിന്റെ ഓഫർ കാപ്പൻ സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയുവാനുള്ളത്. മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പ് പോലെയുള്ള അവിഞ്ഞ സെറ്റപ്പിൽ ചേർന്നാലുള്ള നാണക്കേടും കാപ്പനെ പിന്നോട്ട് വലിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള കാപ്പന് ചേർന്ന സംവിധാനമല്ല ജോസഫ് ഗ്രൂപ്പ് എന്നാണ് കാപ്പൻ വിലയിരുത്തുന്നത്. മാത്രമല്ല, തന്നെക്കാളും ജൂനിയറായ മോൻസിന് കീഴെയുള്ള സ്ഥാനം വേണ്ട എന്നും അദ്ദേഹം കരുതുന്നുണ്ട്. UDF ഘടകകക്ഷിയായ കാപ്പന് അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി ജോസഫ് ഗ്രൂപ്പ് പോലുള്ള സംവിധാനത്തിൽ ചേരേണ്ട ആവശ്യമൊട്ടില്ല താനും.